നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 20-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 5-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാണ് ദിവസം. ഇന്നത്തെ നക്ഷത്രവും പുണർദൻ നക്ഷത്രമാണ്. പുണർദൻ നക്ഷത്രം ബുധനാഴ്ച. ശരിക്കും പറഞ്ഞാൽ നല്ല ദിവസം, നല്ല നക്ഷത്രം. ഇന്ന് നമുക്ക് ഒരു സന്തോഷപ്രദമായ ദിവസമാണ്. കാരണം നല്ല ദിവസവും അതുമാത്രം നല്ല ആഴ്ചയും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്നതായതുകൊണ്ട് നമുക്കിന്ന് എന്ത് നല്ല കാര്യങ്ങൾക്കും ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. കുറച്ച് കഠിനാധ്വാനം ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചോളണം. കാരണം നല്ല ദിവസം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് നല്ല റോഡ് കിട്ടിയ പോലെയാണ് യാത്ര ചെയ്യുന്നവർക്ക്. അപ്പോൾ നമ്മൾ അത്രയ്ക്കും അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പുണർദൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, വൃശ്ചിക മാസത്തിലെ പുണർദൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഷിക ഫലം ഒരു വർഷം നോക്കുമ്പോൾ നമുക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. ഏതൊക്കെ രീതിയിൽ ബർത്ത്ഡേ വന്നതുകൊണ്ട് വരും? ബുധൻ പ്രവൃത്തികാരകനാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ അതിനെ ഡെവലപ്പ് ചെയ്ത് തരും. പ്രവൃത്തി ഇല്ലാത്തവർക്ക്, ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. ബിസിനസ് വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് തുടങ്ങണം. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ അത് ഡെവലപ്പ് ചെയ്യണം. ജോലിയിലിരിക്കുന്നവർ വേറെ ജോലിക്കോ അല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയോ ട്രൈ ചെയ്യണം. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. ഇല്ല, ഞാൻ പഠിത്തം നിർത്തി, എനിക്കിനി അങ്ങോട്ട് പഠിക്കാൻ മുടക്കം വന്നിരിക്കുന്നവർ കണ്ടിന്യൂ ചെയ്യണം. ഉപരിപഠനത്തിന് വേണ്ടി പുറത്തു പോകാനോ അല്ലാതെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുക്കണം. കാരണം നല്ലൊരു വർഷം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ വളരെ ശ്രദ്ധിച്ച്, കാരണം പ്രധാനമായിട്ട് നല്ല ദിവസമാണ്, നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങണം എന്ന് ഞാൻ തന്നെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇറങ്ങുമ്പോൾ ചില ആ ദിവസത്തിൽ തന്നെ 12 മണിക്കൂർ നേരം പകൽ തന്നിട്ടുണ്ടെങ്കിലും ചില സമയങ്ങൾ നമുക്ക് അനുകൂലപ്രദമല്ല. യാത്രയ്ക്ക് മാത്രം ബാധകമായ സമയമാണ് രാഹുകാല സമയം. 12 മണി മുതൽ 1:30 മണി വരെ നിട്ടിട്ടുണ്ടെങ്കിലും 12:10 തൊട്ട് 1:40 വരെയാണ് രാഹുകാല സമയം. 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ സമയം രാഹു യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിലും ഒരു ശുഭകാര്യത്തിനും കൊള്ളാത്ത 2 സമയമാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. അത് ഗുളികൻ്റെ സമയം വരുന്നത് ശരിക്ക് 10:44 തൊട്ട് 12:10 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 7:51 തൊട്ട് 9:17 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണ്ട. 11:45 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങും. 12:33 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. പക്ഷേ രാഹുവും അതുപോലെ യമകണ്ഠനും ഒക്കെ കയറി വരുന്ന സമയമായതുകൊണ്ട് ഈ അഭിജിത്ത് മുഹൂർത്തത്തിന് ഇന്നത്തെ ദിവസം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. മറ്റ് മുഹൂർത്തങ്ങൾ തന്നെയുണ്ട്. ഇന്നത്തെ ഓരോ കാര്യം നിങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന്, രാവിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്, വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രങ്ങളും കൂടെ ധരിക്കുന്നത് നന്നായിരിക്കും. പച്ച കളറ് എന്ന് പറയുമ്പോൾ നമുക്ക് തനി പച്ചയിട്ടുകൊണ്ട് പോകണമെന്നല്ല, പച്ച കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് ശരിക്ക് വസ്ത്രത്തിൽ ഏതെങ്കിലും പാൻറ്റായിട്ടോ അല്ലെങ്കിൽ അടിവസ്ത്രമായിട്ടോ അല്ലെങ്കിൽ ഷർട്ടായിട്ടോ ചുരിദാറായിട്ടോ ഏതെങ്കിലും ധരിക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറ് കയ്യിലുണ്ടാവണം. ഇത് നമ്മളിലേക്ക് ബുധൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യുകയും നമുക്കന്ന് കുറച്ചുകൂടെ ഉന്മേഷവാനായി അല്ലെങ്കിൽ ഉന്മേഷവതിയായി ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.